മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് അദ്ദേഹം ക്ഷുഭിതനായത്. അതായത് മലപ്പുറത്ത് സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടി മലപ്പുറം ഉൾപ്പെടെ മലബാർ മേഖലയിൽ 3 ജില്ലകളിൽ തങ്ങൾക്ക് സ്കൂളുകളില്ല എന്ന ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം അദ്ദേഹം നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. കഴിഞ്ഞ 9 വർഷമായി ഇത്തരത്തിൽ പിണറായി വിജയൻ സർക്കാരല്ലേ LDF സർക്കാരാണ് ഭരിക്കുന്നത്. അങ്ങനെ LDF സർക്കാർ ഭരിച്ചിട്ടും എന്തുകൊണ്ട് മലപ്പുറത്ത് സ്കൂളുകൾ ഇത്തരത്തിൽ ആരംഭിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയത്. ഇപ്പോൾ MP അടൂർ പ്രകാശ് MP ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ശ്രമിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന് ചോദിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇദ്ദേഹവും ഒരുമിച്ചുള്ള ചില ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. ഇതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ചോദിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ആ വാഹനത്തിൽ പോവുകയാണ്. അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ മീഡിയയോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ അദ്ദേഹം പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലും അല്പസമയത്തിന് മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് മറ്റുള്ള CP അടക്കമുള്ള സംഘടനകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള മുഖ്യമന്ത്രി ഒരുമിച്ച് അയ്യപ്പ സംഗമത്തിൽ കാറിൽ പോയതും വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രസ്താവനകളും വലിയ തിരിച്ചടിയായിരുന്ന CP അടക്കമുള്ള സംഘടനകൾ അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. ഇതിനെ അദ്ദേഹം പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമായിരുന്നു ഈ മലപ്പുറത്തെ സ്കൂളുകൾ അതായത് മലബാർ മേഖലയിലെ 3 ജില്ലകളിൽ സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് 3 ജില്ലകളിലും സ്ഥലമുണ്ട്, പക്ഷേ ഈ സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കുന്നില്ല. ആരാണ് അനുമതി നൽകുന്നത്? അത് സംസ്ഥാന സർക്കാരിലെ നൽകേണ്ടത്. ഈ കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ ഭരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം അങ്ങേക്കുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് മാധ്യമങ്ങളുമായി കയറുകയും നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പലതവണയായി ചോദിക്കുന്നു, നിങ്ങൾ കൃത്യമായി ഈ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ മൈക്ക് ഉൾപ്പെടെ അദ്ദേഹം കൈകൊണ്ട് തട്ടിമാറ്റുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തകരെല്ലാം നിലയും പിന്നീട് മാധ്യമ പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ ശേഷം അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തോട് ഈ മലപ്പുറത്തെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ ഭരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്കൂളുകൾ നടത്താൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കുന്നില്ല, അത് ആരുടെ കുറ്റമാണെന്ന ചോദ്യത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സിബി ജോസഫാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.